നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ രൂപയുടെ മൂല്യത്തകർച്ചയെക്കുറിച്ചാണ്. എന്താണ് മൂല്യത്തകർച്ചയെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്നും അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്നും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്നും നോക്കാവുന്നതാണ്. എന്താണ് രൂപയുടെ മൂല്യത്തകർച്ച? ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച എന്നത് രൂപയുടെ മൂല്യം US ഡോളറിനെതിരെ അല്ലെങ്കിൽ മറ്റ് പ്രധാന കറൻസികൾക്കെതിരെ കുറയുന്ന പ്രതിഭാസമാണ് രൂപയുടെ മൂല്യത്തകർച്ച എന്ന് പറയുന്നത്. 2025 ഡിസംബർ വരെയുള്ള ഏറ്റവും പുതിയ ഡേറ്റ പ്രകാരം ഒരു US ഡോളറിന് ഏകദേശം 91.5 രൂപ വരെ ആയിട്ടുണ്ട്. 91.5 ആയിട്ടുണ്ട് രൂപയോളം ആയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ രൂപയുടെ മൂല്യം നിൽക്കുന്നത്. 2025 മാത്രം ഏകദേശം 5 മുതൽ 6% വരെ തകർന്നു കഴിഞ്ഞു. 12 മാസത്തിൽ ഏതാണ്ട് 6-7% ഇടിവ് രേഖപ്പെടുത്തി. ഇത് ഏഷ്യയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കറൻസികളിൽ ഒന്നാക്കി രൂപയെ മാറ്റിയിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാവുന്നതാണ്. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ ഇവയാണ്: വിദേശ നിക്ഷേപകരുടെ മൂലധനം പിൻവലിക്കൽ, അതായത് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്. അതായത് 2025 വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപങ്ങൾ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് ഏകദേശം $18 ബില്യൺ പിൻവലിച്ചു. ഇത് ഡോളറിനുള്ള ആവശ്യകത വർദ്ധിപ്പിച്ചു. അടുത്തത് വ്യാപാര കമ്മി, അതായത് ട്രേഡ് ഡെഫിസിറ്റാണ്. ഇറക്കുമതി, പ്രത്യേകിച്ച് എണ്ണ, സ്വർണം എന്നിവ കയറ്റുമതിയേക്കാൾ കൂടുതലാണ്. US-മായുള്ള വ്യാപാര കരാർ ചർച്ചകളിലെ കാലതാമസവും US-ൻ്റെ ഉയർന്ന താരിഫുകളും, ചിലപ്പോൾ 50% വരെയുള്ള താരിഫുകളും കയറ്റുമതിയെ സ്വാധീനിച്ചു. അടുത്തത് പറഞ്ഞ ഡോളറിൻ്റെ ശക്തിയാണ്. ആഗോളതലത്തിൽ ഡോളർ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഉയർന്ന ഇൻഫ്ലേഷൻ, അതായത് മറ്റു ഘടകങ്ങളും ഇൻഫ്ലേഷനും മറ്റു ഘടകങ്ങളും ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതാണ്. ഇത് രൂപയുടെ വാങ്ങൽ ശേഷിയെ കുറയ്ക്കുന്നു. അടുത്ത സ്വർണം ഇറക്കുമതിയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറവും, അതായത് സ്വർണം ഇറക്കുമതി വർദ്ധിച്ചതും വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപങ്ങൾ കുറഞ്ഞതും രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമാകുന്നു. ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്തെന്നുള്ളതാണ്. കയറ്റുമതി മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വില കുറഞ്ഞതാകും. IT, ടെക്സ്റ്റൈൽസ്, ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടും. പ്രവാസികളുടെ റെമിറ്റൻസ് കൂടും. വിദേശത്ത് നിന്ന് അയക്കുന്ന പണം രൂപയിൽ കൂടുതൽ ലഭിക്കുകയും ചെയ്യും. ടൂറിസം വർദ്ധിപ്പിക്കും. അതായത് ഇന്ത്യയിൽ വിദേശികൾക്ക് വില കുറഞ്ഞ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറാനും സാധ്യതയുണ്ട്. വിദേശ വരുമാനമുള്ള കമ്പനികൾക്ക് ലാഭമാണ്. അതായത് ഡോളറിൽ വരുമാനം ലഭിക്കുന്ന കമ്പനികൾക്ക് രൂപയിൽ കൂടുതൽ ലഭിക്കും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തെന്ന് നോക്കാവുന്നതാണ്. ഇറക്കുമതി ചിലവ് കൂടും. എണ്ണ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മറ്റ് സാധനങ്ങൾ എന്നിവയ്ക്ക് വില കൂടും. ഇൻഫ്ലേഷൻ വർദ്ധിക്കും. വിദേശ യാത്രയും വിദ്യാഭ്യാസവും ചിലവേറിയതാകും. വിദേശത്ത് പഠിക്കുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ കൂടുതൽ രൂപ വേണ്ടിവരും. വിദേശ കടം തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അടുത്ത ഡോളറിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കൂടുതൽ രൂപ വേണ്ടിവരികയും ചെയ്യും. നിക്ഷേപക വിശ്വാസം കുറയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിദേശ നിക്ഷേപം കുറയാൻ ഇടയുണ്ട്. സാമ്പത്തിക അസ്ഥിരത, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എങ്ങനെ പരിഹരിക്കാം? രൂപയുടെ സ്ഥിരപ്പെടുത്താൻ ഹ്രസ്വകാല ദീർഘകാല നടപടികളാണ് നടപ്പിലാക്കുന്നത്. RBIയുടെ ഇടപെടൽ, അതായത് ഒരു ഹ്രസ്വകാല നടപടിയാണ് RBIയുടെ ഇടപെടൽ. ഫോറക്സ് റിസർവുകൾ ഉപയോഗിച്ച് ഡോളർ വിൽക്കുക, ഇപ്പോൾ അതാണ് RBI ചെയ്യുന്നത്. പലിശ നിരക്ക് വർദ്ധിപ്പിക്കൽ, ഉയർന്ന പലിശ നിരക്ക് വിദേശ നിക്ഷേപത്തെ ആകർഷിക്കും. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ, വ്യാപാര കരാറുകൾ വേഗത്തിൽ നടപ്പിലാക്കുക, താരിഫ് പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയവയാണ് വേറൊരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇറക്കുമതി കുറയ്ക്കൽ, സ്വർണം, എണ്ണ എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രിക്കുക, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ദീർഘകാല പരിഷ്കാരങ്ങൾ വേണ്ടിവരുന്നത് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുക, വിദേശ നിക്ഷേപം ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുക, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആകർഷിക്കുക, സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുക.
പിന്നെയുള്ള കറൻസി സ്വാപ്പ് കരാറുകൾ, മറ്റു രാജ്യങ്ങളുമായി കരാറുകൾ വാങ്ങി ഡോളർ ആശ്രയം കുറയ്ക്കുക. മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കരാറുകൾ വർദ്ധിപ്പിച്ച് ഡോളറിൻ്റെ ആശ്രയത്വം കുറയ്ക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ചുരുക്കത്തിൽ രൂപയുടെ തകർച്ച താൽക്കാലികമായിരിക്കാമെങ്കിലും ദീർഘകാലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണ്. RBIയുടെ നിരീക്ഷണവും നയങ്ങളും ഇത് ശക്തിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്.